നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു എന്നും എന്റെ അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ ഏതറ്റം വരെയും പോവും. രാജുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്ത് കളി ഈ ദീപക് കളിക്കും. നീ കണ്ടോ? നമുക്ക് കാണാം. കാണാം. ഇവനൊരു വിഷവിത്ത. രാജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഇവൻ എന്തും ചെയ്യും. എത്രയും വേഗം ഈ കാര്യം രാജുവിനെ അറിയിക്കണം. ശേഖരനോടെ ഒരു ഫോണിലാ. കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാന്ന് പറഞ്ഞു. എങ്ങനെ പോകുന്നു അപ്പു പഠിത്തമൊക്കെ? ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് എനിക്കാ വിളിച്ച മാഡം. മോനെ ദീപക്കെ, ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അമ്മ നിനക്കായി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. നിന്റെ ഫേവറേറ്റ് മഷ്റൂം. വാവ്, താങ്ക്സ് അമ്മേ. മോനെ വെള്ളം കുടിക്കേ. മഷ്റൂം ഇഷ്ടാണെന്ന് വെച്ചേ ഇങ്ങനെ ആർത്തി കാണിക്കാത്ത സാവകാശം കഴിക്കേ. അല്ല, എങ്ങനെയുണ്ട് അമ്മയുടെ കൈപുണ്യം? ഉഗ്രനായിട്ടുള്ളമ്മേ. പ്രതാപ, നീയും അല്പം മഷ്റൂം കഴിക്കേ. വേണമല്ലോ ചേച്ചി. അങ്ങനെ പറയാതെ, ചേച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, കുറച്ച് കഴിച്ചു നോക്ക്. അമ്മേ, അത് വേണോ അമ്മേ? അമ്മാനത് ഇഷ്ടാവോ? എന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും പ്രതാപനത് ഇഷ്ടാവും, അല്ലേ പ്രതാപ? എങ്ങനെയുണ്ട് പ്രതാപ? കൊള്ളാം. എന്താ ഇത്? എന്താ ഋതുവി കാണിച്ചത്? പ്രതാപ, നീ വാ. എന്താ അമ്മ ഇത്? അമ്മ ഇതെന്താ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നേ? എന്താടാ, എന്തു പറ്റി? അമ്മ അല്പം കഴിച്ചു നോക്കേ. അയ്യോ, ഇതെന്തൊരു എരിവായത്? അമ്മ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയത്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇത്ര എരിവില്ലായിരുന്നല്ലോ. ഇതെങ്ങനെയാ സംഭവിച്ചത്? രാജു, പ്രോഗ്രാം ചാർട്ടിൽ മാറ്റങ്ങളൊന്നും ഇല്ല സർ, മാറ്റമൊന്നുമില്ല. പ്രതാപ, എന്താ ചേച്ചി? ഒരിടത്തേക്ക് പോകാനിറങ്ങിയപ്പോ പിന്നീന്ന് വിളിച്ചതിന് നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചേച്ചി ഇത്? ചേച്ചിയോട് എനിക്ക് അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി കാര്യം പറയും. നിന്നോട് ക്ഷമ ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. ക്ഷമയോ? എന്തിന്?
മഷ്റൂം കറിയിലെ എരിവ് കൂടിയത് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവാ. ചേച്ചിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്താണല്ലോ എരിവുള്ള ആ കറി നീ നിശബ്ദനായിരുന്നു കഴിച്ചത്. ഓർക്കുമ്പോ തന്നെ എനിക്ക് വിഷമാവുന്നു. നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചേച്ചി ഇത്? ഇങ്ങനെ വലിയ വാക്കുകൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്നെ കൊച്ചാക്കരുത്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിക്കാൻ ലഭിക്കുന്നത് വിഷമായാലും ഞാനത് സന്തോഷത്തോടെ കഴിക്കും. എന്താ ചേച്ചി? ചേച്ചി എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ദേ, എനിക്ക് ഇറങ്ങാൻ സമയമായി. ചേച്ചി ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക. ടേക്ക് കെയർ. രാജു, വാ. ആ ദീപകിനൊരു പണി കൊടുക്കാന് ഞാൻ മഷ്റൂം കറിയില് എരിവ് വാരിയിട്ടത്. പാവ അച്ഛൻ ആ എരിവൊക്കെ കഴിച്ചു. ചേച്ചി കൃത്യസമയത്ത് വെള്ളം തട്ടി ഒഴിച്ച് വെല്ലിച്ചനത് മുഴുവൻ കഴിക്കാതെ തടഞ്ഞില്ലേ? ഞാൻ അതല്ല ആലോചിക്കുന്നത്. അംബികമ്മായി എന്ത് നുണച്ചിയാ? കറി ടേസ്റ്റി ആണെന്ന് മനസ്സിലായപ്പോ അത് താൻ ഉണ്ടാക്കിയതാണെന്ന് വെല്ലിച്ചനോട് പറഞ്ഞില്ലേ? അമ്മയും ദീപക്കും കണക്ക്. ശരിക്കും അവര് രണ്ടുപേരെയോ എരിവ് ഇനിയും കഴിപ്പിക്കേണ്ടത്. എന്റെ അമ്മോ, അപ്പൊ ഞാൻ രാജുവിനോട് ചെയ്തതിന്റെ പ്രതികാരമായിരിക്കും നീ എന്നെ കൊണ്ട് എരിവ് കഴിപ്പിച്ചത്, അല്ലേ? അതെ, നീ ഓഡിറ്ററെ കൊണ്ടുവന്ന് ഒരു ഡേർട്ടി ഗെയിം കളിച്ചതിന് നിനക്ക് തന്ന ഒരു സാമ്പിൾ മാത്രമാ ഇത്. നിന്റെ വയറിപ്പോ എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അച്ഛന്റെ പിന്നാലെ എങ്ങാനും ചീപ്പ് ഗെയിമുമായിട്ട് ഇനി നീ ഇറങ്ങിയ നീ പ്രതീക്ഷിക്കാത്ത പണിയാവും നിനക്ക് ഞാൻ തരുന്നത്. രാജുവിനെ പോലെ വിശ്വസ്തനും സത്യസന്ധനുമായ ഒരാൾ എന്റെ അച്ഛന്റെ കൂടെ ഉള്ളത് എനിക്ക് ആശ്വാസം. രാജു എന്നും എന്റെ അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ ഏതറ്റം വരെയും പോവും. രാജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്ത് കളി ഈ ദീപക് കളിക്കും, നീ കണ്ടോ? നമുക്ക് കാണാം. കാണാം. ഇവനൊരു വിഷവിത്ത. രാജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഇവൻ എന്തും ചെയ്യും. എത്രയും വേഗം ഈ കാര്യം രാജുവിനെ അറിയിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.